വെൽക്കം. താഹിമോനാണ്. അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഗ്രൂപ്പാണ് വാസോഡയലേറ്റ്. സോ ഹൈപ്പർ ടെൻഷനുള്ള മറ്റ് രണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് വാസോഡയലേറ്റേഴ്സ് ആണ്. വാസോഡയലേറ്റേഴ്സ് എന്ന് വെച്ചാൽ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ വാസോഡയലേറ്റേഴ്സ് എന്ന് പറയാം. നമുക്ക് രണ്ട് തരം രക്തക്കുഴലുകളുണ്ട്. ഒന്ന് ആർട്ടറീസ് ആണ്, രണ്ടാമത്തത് വെയിൻ അല്ലെ. ആർട്ടറീസ് ഉണ്ട്, വെയിൻസ്. സോ ആർട്ടറീസിനെ നമ്മൾ മലയാളത്തിൽ ധമനികൾ എന്ന് പറയും, വെയിൻസിനെ നമ്മൾ സിരകൾ എന്നാണ് പറയുക. ആർട്ടറിയുടെ ഫംഗ്ഷൻ എന്തോ, ആർട്ടറി ഹൃദയത്തിൽ നിന്ന് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്നതാണ് ആർട്ടറി. സോ ഹൃദയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിനെ ഡയലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ആർട്ടീരിയോളാർ വാസോ ഡയലേറ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. വെയിന്റെ ഫംഗ്ഷനോ, വെയിൻ മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരികയാണ്, ഹൃദയത്തിലേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ദൂരേക്ക് കൊണ്ടുപോകുന്നു. സോ ഇതിനെ ഡയലേറ്റ് ചെയ്യുന്നത് നമുക്ക് വീനോ ഡയലേറ്റേഴ്സ് എന്ന് വിളിക്കാം. ഇനി ആർട്ടറിയെ ഡയലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹൈഡ്രാലസിൻ ആണ്. ഹൈഡ്രാലസിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ഡയാസോക്സൈഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു മരുന്ന്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആർട്ടീരിയോളാർ വാസോഡയലേറ്റ്. ഇനി നമ്മൾ വാസോഡയലേറ്റേഴ്സ് അല്ലാതെ നമ്മൾ പഠിച്ചൊരു മരുന്ന് ഗ്രൂപ്പാണ് BP കുറയ്ക്കുന്നത്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അതിൽ തന്നെ ഡൈഹൈഡ്രോപെരിമിസ്, ആംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ എന്നൊക്കെ പറയുന്ന, വെരാപ്പമില്ലൊന്നുമല്ല, ആംലോഡിപ്പിൻസിൽ അവസാനിക്കുന്ന മരുന്നുകൾ, അതും ആർട്ടീരിയോളാർ വാസോഡയലേറ്റേഴ്സ് ആണ്. ആൻഡ് ഇത് മൂന്നിനെ നമുക്ക് പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് വിഭാഗത്തിൽ പെടുത്താം. വേറെയും ചില മെക്കാനിസം ഒക്കെ ഉണ്ട്, എങ്കിലും ബേസിക്കലി നമുക്കൊരു ഗ്രൂപ്പിൽ പെടുത്തുകയാണെങ്കിൽ പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി ആർട്ടറിയെയും വെയിനെയും ഒരേപോലെ ഇതിനെയും ഡയലേറ്റ് ചെയ്യും, ഇതിനെയും ഡയലേറ്റ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. സോ ഈ മരുന്നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് സോഡിയം നൈട്രോപ്രൂസൈഡ് ആണ്. എന്ന് പറയുന്ന മരുന്നാണ്. രണ്ടിനെയും ഡയലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മരുന്ന്. ദെൻ വാസോഡയലേഷൻ മാത്രമല്ലാതെ വേറെ ഒരുപാട് ആക്ഷനുള്ള മരുന്നുകളും രണ്ടിനെയും ഡയലേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ACE ഇൻഹിബിറ്റേഴ്സ്, ദെൻ ARBs, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, ദെൻ alpha-1 ബ്ലോക്കേഴ്സ്. സോ മെക്കാനിസം വ്യത്യാസമാണ്, പക്ഷേ ദീസ് ഓൾസോ ആർ ഡയലേറ്റിംഗ് ആർട്ടറീസ് ആൻഡ് ഓൾസോ വെയിൻ. ഇനി വെയിൻസിനെ മാത്രം ഡയലേറ്റ് ചെയ്യുന്ന മരുന്നുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മരുന്നുകളുണ്ട്. അവയാണ് നമ്മൾ നൈട്രേറ്റ് ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ എന്ന് നമ്മൾ പറയാം. നൈട്രേറ്റ് പ്രധാനപ്പെട്ടത് ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്, ഓക്കെ, ദെൻ ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്, ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള നൈട്രേറ്റ്സ് ആണ് വീനോ ഡയലേറ്റേഴ്സ്. പക്ഷെ വീനോ ഡയലേറ്റേഴ്സ് നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ അധികം ഉപയോഗിക്കാറില്ല. വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ നമ്മൾ അധികവും അഞ്ചൈനയിലാണ് നമ്മൾ വീനോ ഡയലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് BP-യിൽ ഉപയോഗിക്കും. ഇതും അത്യാവശ്യം BP-യിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ ഗ്രൂപ്പ്. ഇത് BP-യിൽ തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ രണ്ട് മരുന്നുകളാണ്, ഹൈഡ്രലസിൻ ആൻഡ് ഡയാസോക്സൈഡ് ആണ്. ആൻഡ് മിനോക്സിഡിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം, ബിക്കോസ് മിനോക്സിഡിന് വേറെയും ചില പ്രത്യേക യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മിനോക്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഹൈഡ്രലസിൻ എന്ന് പറയുന്ന മരുന്ന് ആദ്യകാല ആന്റി ഹൈപ്പർടെൻസീവ് മരുന്നാണ്. ഹൈഡ്രലാസിൻ അമേരിക്കയിലൊക്കെ ആദ്യമായിട്ട് ഇറങ്ങിയ ആന്റി ഹൈപ്പർടെൻസീവ് മരുന്നുകളിൽ ഒന്നാണ് ഈ ഹൈഡ്രലാസിൻ. പക്ഷേ ഇപ്പോൾ ഇത് സാധാരണ BP രോഗികളിൽ ഫസ്റ്റ് ലൈൻ ആയിട്ട് ഡ്രഗ് ആയിട്ടൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണ BP എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നു, നമുക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് മുമ്പ് BP ഉണ്ട്, സോ അങ്ങനെയാണെങ്കിൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മരുന്നല്ല. സോ ഈ മരുന്ന് അങ്ങനെയുള്ള BP കുറയ്ക്കാനായിട്ടല്ല ഉപയോഗിക്കുക. ഈ മരുന്ന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈപ്പർടെൻസീവ് എമർജൻസി. സോ ഹൈപ്പർടെൻസീവ് എമർജൻസിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്ന BP ഒക്കെ ഉള്ള സമയത്താണ് ഈ മരുന്ന് സാധാരണ ഉപയോഗിക്കുക. അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഉപയോഗിക്കുക. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് പറയുകയാണെങ്കിൽ, മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതൊരു ആർട്ടീരിയോളാർ ഡയലേറ്റർ ആണെന്ന് പറഞ്ഞു. ആർട്ടീരിയോളാർ ഡയലേറ്റർ ആണ് എന്ന് വെച്ചാൽ ആർട്ടറീസിനെയാണ് ഡയലേറ്റ് ചെയ്യുക. അതിൽ വെയിൻ്റെ ആക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിനിൽ ആക്ഷൻ ഉണ്ട്, പക്ഷേ കുറച്ചേ ഉള്ളൂ. ആർട്ടറീസിലാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ ഉള്ളത്. അതിൽ തന്നെ ആർട്ടീരിയോൾസ് എന്ന് പറയുമ്പോൾ ആർട്ടറിയുടെ വീണ്ടും വിഭജിച്ച് ചെറുതായിട്ട് പോകുന്ന ഏറ്റവും ചെറിയ
ആർട്ടറികളെയാണ് നമ്മൾ ആർട്ടീരിയോൾ. സോ അതിനെയാണ് കൂടുതലായിട്ട് ഡയലേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോഴത്തേക്കും BP നന്നായിട്ട് BP താഴും. ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഇതുവരെ ഒരു ക്ലിയർ കട്ട് മെക്കാനിസംസ് നമുക്ക് ലഭ്യമല്ല. നമ്മൾ പെടുത്തിയത് ഇപ്പോൾ പൊട്ടാസ്യം ചാനൽ ഓപ്പണർ എന്ന ഗ്രൂപ്പിൽ നമ്മൾ പെടുത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്കിലും ഇതിന്റെ മെക്കാനിസംസ് പല മെക്കാനിസംസ് ഉണ്ട്. ഒന്ന് ബ്ലഡ് വെസൽസ്. സോ ബ്ലഡ് വെസൽസ് നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ബ്ലഡ് വെസൽസിന്റെ ഉൾവശം. ബ്ലഡ് വെസൽസിന് ചുറ്റും സ്മൂത്ത് മസിൽസ് അല്ലെ, സ്മൂത്ത് മസിൽസ് ഇങ്ങനെയുണ്ട്. സോ ആർട്ടറിയിലാണെങ്കിൽ കൂടുതലാണ്, വെയിൻസിലാണെങ്കിൽ കുറവാണ് സ്മൂത്ത് മസിൽസിന്റെ അളവ് എന്ന് പറയും. സോ സ്മൂത്ത് മസിൽസ് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഈ സ്മൂത്ത് മസിൽസിന്റെ അകത്ത് ഇപ്പൊ ഞാൻ സ്മൂത്ത് മസിൽസ് ഒന്ന് വലുതായിട്ട് വരയ്ക്കുകയാണ്. ഇതൊരു സ്മൂത്ത് മസിൽ ആണെന്ന് വിചാരിക്കുക. സ്മൂത്ത് മസിൽസിന്റെ അകത്ത് കാൽഷ്യം സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇത് സ്കെൽറ്റൽ മസിലൊക്കെയാണ് നമ്മൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. സോ ഇവിടെ നമ്മൾ ആ പേരല്ല ഉപയോഗിക്കുക. എങ്കിലും ഇതിനകത്ത് കാൽഷ്യം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇവിടെ ഇതിൽ നിന്ന് കാൽഷ്യം പുറത്തെത്തിക്കണം. ഇതിൽ നിന്ന് കാൽഷ്യം പുറത്തെത്തിക്കാനായിട്ട് ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ആ റിസപ്റ്ററിന്റെ പേര് IP3 എന്നാണ്. IP3 റിസപ്റ്റർ എന്നാണ് അതിന്റെ പേര്. IP3 വന്ന് ഒട്ടിച്ചേരുമ്പോഴത്തേക്കാണ് കാൽഷ്യം പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഹൈഡ്രലസിൻ വന്നിട്ട് ഇതിനെ തടയുന്നു. ഹൈഡ്രലസിൻ അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാൽഷ്യം പുറത്തേക്ക് വരുന്നത് തടയുന്നു. സോ അതാണ് ഒരു ആക്ഷൻ. ഇനി ഈ കാൽഷ്യം പുറത്ത് വരുന്നത് തടയുന്നത് മൂലം കാൽഷ്യം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം ചാനൽ ഓക്കെ അതിന്റെ കണ്ടക്ടൻസ് വർദ്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ആവണമെന്നില്ല, മറ്റു രീതിയിലാകാം. ഇപ്പൊ രണ്ടാമത്തെ മെക്കാനിസം പറയുന്നതാണ് ഇത് ചില പൊട്ടാസ്യം ചാനലുകൾ തുറക്കുന്നു. പൊട്ടാസ്യം ചാനൽ തുറന്നാൽ സംഭവിക്കും, തുറക്കുന്നു. പൊട്ടാസ്യം ചാനൽ തുറന്നാൽ പൊട്ടാസ്യം പുറത്തേക്ക് പോകും. പൊട്ടാസ്യം പുറത്തേക്കാണ് പോകുക, അകത്തേക്കല്ല വരിക. കാരണം സെല്ലിനകത്താണ് പൊട്ടാസ്യം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സെല്ലിനകം നെഗറ്റീവായി. നെഗറ്റീവ് മീൻസ് ഹൈപ്പർ പോളറൈസേഷൻ എന്നാണ് പറയുക. ഹൈപ്പർ പോളറൈസേഷൻ ആയി കഴിഞ്ഞാൽ വേറെ പല ചാനലുകളും വോൾട്ടേജ് ഗേറ്റഡ് ചാനലുകളൊന്നും തുറക്കില്ല. അതാണ് പ്രശ്നം. സോ ഈ ചാനലുകളെ നമ്മൾ പറയുക ഹൈ കണ്ടക്ടൻസ് കാൽഷ്യം ആക്ടിവേറ്റഡ്, കാൽഷ്യം 2+ എന്നാണ് എഴുതിയത്, ആക്ടിവേറ്റഡ് പൊട്ടാസ്യം ചാനൽ തുറക്കും. സോ ദിസ് ഡ്രഗ് ഹൈഡ്രലസിൻ ക്യാൻ ഹൈ കണ്ടക്ടൻസ് കാൽഷ്യം ആക്ടിവേറ്റഡ് പൊട്ടാസ്യം ചാനൽ തുറക്കുന്നു. സോ സെൽസിനകം നെഗറ്റീവ് ആകുന്നു, മസിൽസ് റിലാക്സ്. ഇനി മൂന്നാമതൊരു മെക്കാനിസം പറയുന്നത് സെൽ മെംബ്രെയിനിലുള്ള, ഇപ്പോൾ ഇത് സെല്ലാണെങ്കിൽ സ്മൂത്ത് മസിൽ സെല്ലുള്ള, ഇവിടെ സെൽ മെംബ്രെയിൻ ആണല്ലോ, സെൽ മെംബ്രെയിനിൽ അരാക്കിഡോണിക് ആസിഡ് പോലെയുള്ള സംഭവങ്ങളുണ്ട്. ഈ അരാക്കിഡോണിക് ആസിഡിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കോക്സ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യണമല്ലോ. കോക്സ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് പ്രോസ്റ്റാസൈക്ലിൻസ് ഉണ്ടാകും. ഈ പ്രോസ്റ്റാസൈക്ലിൻ ഉണ്ടാക്കുന്ന പാത്വേ വർദ്ധിപ്പിക്കും. പ്രോസ്റ്റാസൈക്ലിൻ നമുക്കറിയാം PGI2 ആണ്. PGI2 is a vasodilator. സോ അങ്ങനെയും ഒരു ആക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. വേറെയും സൈക്ലിക് GMP വഴിയുള്ള ആക്ഷനും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട നമ്മുടെ ഗുഡ്മാൻ ഗിൽമാനിലൊക്കെ പറയുന്നത് ഈ ആക്ഷൻസേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രം എടുക്കുന്നുള്ളൂ. എന്തായാലും രണ്ട് രീതിയിലായാലും പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടാസ്യം ചാനൽ ഓപ്പണർ ഗ്രൂപ്പിൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പെടുത്തിയത്. ഇനി ഏത് തരം വാസോഡയലേറ്റേഴ്സ് ആയാലും വാസോഡയലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് സവിശേഷകരമായിട്ടുള്ള ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അത് സ്കിന്നിലാണ്. സ്കിന്നിൽ എന്താ സംഭവിക്കുക? സ്കിന്നിൽ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലഷിങ് ഉണ്ടാകും. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വെയിൻസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? വെയിൻസ് ആണ് ഡയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റുറൽ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത്തത് ആർട്ടറിയും വെയിനും ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബോത്ത് ആർട്ടറിയും വെയിനും ഒക്കെ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നം റിഫ്ലക്സ് ടാക്കിക്കാർഡിയാണ്. എന്നുള്ള പ്രശ്നം ഉണ്ടായിരിക്കും. നാലാമത്തത് പല ഓർഗൻസിലേക്കും ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി കിഡ്നി അല്ലെങ്കിൽ ഹാർട്ട് അങ്ങനെയൊക്കെയുള്ള ചില ഓർഗനിലേക്ക് ബ്ലഡ് സപ്ലൈ കുറയും. ബ്ലഡ് സപ്ലൈ ടു പ്രത്യേക ഓർഗൻസ് കുറയുമ്പോഴത്തേക്കും ഇൻക്രീസ്ഡ് റെനിൻ ആക്ടിവിറ്റി ഉണ്ടാകും. റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആകും. ഓക്കെ, ഇതിൽ നമ്മുടെ മരുന്ന് ഹൈഡ്രലസിന് ഡെഫിനറ്റ്ലി ദർ ഈസ് ഫ്ലഷിംഗ് ഉണ്ട്, എങ്കിലും സ്കിന്നിൽ ഇതിന് ആക്ഷൻ അത്ര അധികം ഇല്ല. അതുകൊണ്ട് ഫ്ലഷിംഗ് ഉണ്ടെങ്കിലും അത് അല്പം കുറവാണ്, മറ്റ് ചില മരുന്നുകളെ അപേക്ഷിച്ചിട്ട് കുറവാണ്. ദെൻ വെയിൻസിൽ ഡയലേഷൻ ഇല്ല, വെയിൻ ഡയലേറ്റ് ചെയ്യുന്നില്ല, ആർട്ടറിയാണ് ഡയലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പോസ്റ്റുറൽ ഹൈപ്പോടെൻഷനുള്ള സാധ്യതയും ഈ മരുന്നിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ആർട്ടറിയെ ഡയലേറ്റ് ചെയ്യുന്നത് മൂലം, ഇത് ഡയലേഷൻ മൂലം ഇതിന് റിഫ്ലക്സ് ടാക്കിക്കാർഡിയ ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ്
ഇൻക്രീസ്ഡ് സിമ്പതറ്റിക് ആക്ടിവിറ്റി. ബ്ലഡ് വെസൽസ് ആർട്ടറിയൊക്കെ താഴുമ്പോഴത്തേക്കും ഹൃദയം പേടിക്കും അല്ലെ. സിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടി ഭയങ്കരമായിട്ട് ഹൃദയമിടിപ്പ്, ഓക്കെ, നമ്മൾ അതിന് പറയാ പാൽപിറ്റേഷൻ, അമിതമായ ഹൃദയമിടിപ്പ്. സോ ഇത് സാധാരണ കൂടുതലായിട്ട് കാണപ്പെടും. സോ ഇങ്ങനെ ഇതുള്ളത് കൊണ്ട് ഈ മരുന്നിനൊപ്പം സാധാരണ രീതിയിൽ ബീറ്റ ബ്ലോക്കർ നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഈ മരുന്നിനൊപ്പം വി ആർ ആഡിങ് ബീറ്റ ബ്ലോക്കർ. ഇനി ഹൃദയത്തിലേക്കും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കിഡ്നിയിലേക്കും കുറയുന്നുണ്ട്, പക്ഷെ അത്ര അധികം കുറയുന്നില്ല എന്നാണ്. ഹൈഡ്രലൈസിന് കിഡ്നിയിലേക്കുള്ള അധികം കുറയുന്നില്ല. എങ്കിലും ഇവിടെയും സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ കൂടുമ്പോഴത്തേക്കും റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ സിസ്റ്റം വിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തുണ്ടാകും? സോഡിയം വാട്ടർ റിറ്റൻഷൻ ഉണ്ടാകും. സോഡിയം വാട്ടർ റിറ്റൻഷൻ ഉണ്ടാകും. അപ്പോഴത്തേക്കും എഡീമ, നീര് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വി ഹാവ് ടു ഗിവ് ഡയൂററ്റിക്സ് പോലെയുള്ള മരുന്ന് ഇവയുടെ കൂടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ രണ്ടുതരം മരുന്നുകൾ, ബീറ്റ ബ്ലോക്കറും ഡയൂററ്റിക്സും ഈ പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സിനൊക്കെ ഒപ്പം സാധാരണ രീതിയിൽ കൊടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പൊ ഈ മരുന്നിനൊപ്പം നമ്മൾ ഹൈഡ്രലസിനെ പറ്റിയാണ് പറയുന്നത്. ഹൈഡ്രലസിനെ പ്രത്യേകിച്ച് ഈ രണ്ട് മരുന്നുകളും ഒരുമിച്ച് കൊടുക്കണം. ഈ മരുന്നിന്റെ കൈനറ്റിക്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കൈനറ്റിക്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ മരുന്ന് ഓറലി കൊടുക്കാം, ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓക്കെ. ദെൻ ഇഞ്ചക്ഷൻ ആയിട്ടും നമുക്ക് കൊടുക്കാം. രണ്ട് രീതിയിലും അവൈലബിൾ ആണ്. അത്യാവശ്യം സന്ദർഭങ്ങളിൽ ഇഞ്ചക്ഷൻ ആയിട്ടും നമുക്ക് കൊടുക്കാം. സാധാരണ 3 നേരം വരെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. 2 നേരം കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നും പറയുന്നുണ്ട്. 25 മുതൽ 50 മില്ലിഗ്രാം വരെയൊക്കെയാണ് സാധാരണ ഡോസ്. എങ്കിലും ഇപ്പോഴും നമുക്ക് കുറച്ച് നിർത്തേണ്ടത് 200 മില്ലിഗ്രാമിൽ താഴെ ആക്കി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സോ മാക്സിമം ഡോസ് 200 മില്ലിഗ്രാം പരമാവധി മതി. ഇതിന്റെ മെറ്റബോളിസത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇത് അസറ്റിലേഷൻ വഴി നശിക്കുന്ന ഒരു മരുന്നാണ്. ഓക്കെ, ഹൈഡ്രലസിൻ എന്ന് പറയുന്ന മരുന്ന് അസറ്റിലേഷൻ വഴി നശിക്കുന്നതാണ്. അസറ്റിലേഷൻ നമുക്കറിയാം, 2 തരം അസറ്റിലേറ്റേഴ്സ് ഉണ്ട്. സ്ലോ അസറ്റിലേറ്റേഴ്സ് ഉണ്ട്, ഫാസ്റ്റ് അസറ്റിലേറ്റേഴ്സ്. സോ ജനറ്റിക്കലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. സോ സ്ലോ അസറ്റിലേറ്റേഴ്സിൽ മരുന്ന് കൂടുതലായിരിക്കും, ഫാസ്റ്റ് അസറ്റിലേറ്റേഴ്സിൽ മരുന്ന് വേഗം നശിച്ചു പോകാം. സോ ഫാസ്റ്റ് അസറ്റിലേറ്റേഴ്സ് ആണെങ്കിൽ മരുന്നിന്റെ ഡോസ് കൂടുതൽ കൊടുക്കും. ഡോസ് ഓഫ് ദ ഡ്രഗ് ഹാസ് ടു ബി ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഇത് സ്ലോ ആണോ ഫാസ്റ്റ് ആണോ, ഇന്ത്യക്കാരിൽ അത്ര പ്രധാനമല്ലെന്ന് തോന്നുന്നു. കോക്കേഷ്യൻ അവരിലൊക്കെ ഇത് പ്രധാനമാണ്. സോ ഫാസ്റ്റ് അസറ്റിലേറ്റേഴ്സ് ആണോ സ്ലോ അസറ്റിലേറ്റേഴ്സ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് നോക്കിയിട്ട് വേണം ഈ മരുന്ന് കൊടുക്കാനായി. ഇനി മരുന്നിന്റെ യൂസസ്, ഉപയോഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സാധാരണ ബി പിയിൽ ഉപയോഗം കുറവാണ്. മരുന്ന് ഉപയോഗിക്കുന്നത് സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനിലാണ്. സോ സിവിയർ ഹൈപ്പർ ടെൻഷനിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് എമർജൻസീസ്, ഹൈപ്പർ ടെൻസീവ് എമർജൻസി കേസസിലും നമുക്കിത് കൊടുക്കാം. ഒന്ന് സിവിയർ ഹൈപ്പർ ടെൻഷൻ, ഇതേ കേസിൽ വിത്ത് CHF കൂടി ഉണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനൊപ്പം സാധാരണ രീതിയിൽ ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റും കൂടി ചേർത്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ബൈഡിൽ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, 2 മരുന്നും കൂടി ചേർത്താണ്, ഹൈഡ്രലസിൻ പ്ലസ് ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റും കൂടി ചേർന്നിട്ടുള്ളത് ഉപയോഗപ്പെടുത്താറ്. സോ വിത്ത് CH. അപ്പൊ ഡയൂററ്റിക്കും ബീറ്റ ബ്ലോക്കറും ചിലപ്പോൾ വേണ്ടിവരും, അതുകൂടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം ഗർഭിണികളിലാണ്. പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻസീവ് എമർജൻസി കേസാണ്, സിവിയർ ഹൈപ്പർ ടെൻഷൻ കേസാണ് പ്രീ എക്ലാംസിയയിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നു. സോ അതൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ്. ദെൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ബ്ലഡ് പ്രഷറിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരിൽ, എൽഡർലിയിൽ ഒഴിവാക്കുക. ദെൻ കൊറോണറി ആർട്ടറി ഡിസീസസ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ, MIO, അഞ്ചൈനോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ CAD രോഗികളിലും എൽഡർലി രോഗികളിലും ഉപയോഗിക്കാതിരിക്കും. അപ്പൊ ഇനി നമുക്ക് അഡ്വേഴ്സ് എഫക്ട്സ് ആണ് പറയേണ്ടത്. വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സാധാരണ ഉണ്ടാകാവുന്ന അഡ്വേഴ്സ് എഫക്ട്. ഇപ്പൊ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സാധാരണ ഉണ്ടാകാവുന്ന ഒരു അഡ്വേഴ്സ് എഫക്ട് തലവേദനയാണ്, ഹെഡ് ഏക്ക്. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. സോ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നൈട്രേറ്റ്സിനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം തലവേദന തന്നെയാണ്. സോ ഇതാണ് പല ആൾക്കാരും മരുന്ന് നിർത്തി പോകാനുള്ള ഒരു ചാൻസ് തന്നെ ഈ ഭീകരമായിട്ടുള്ള തലവേദന. ദെൻ സ്കിന്നിൽ ഫ്ലഷിംഗ് ഉണ്ടായിരിക്കാം. ഫ്ലഷിംഗ് കുറവാണ് കമ്പയർ ടു സം അതർ ഡ്രഗ്സ്, പക്ഷെ അതും ഉണ്ടാകാം. ദെൻ മൂക്കടപ്പുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ മൂക്കടപ്പുണ്ടാക്കാം. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ടാക്കിക്കാർഡിയ അല്ലെ, ടാക്കിക്കാർഡിയ ഉണ്ടാക്കും, റിഫ്ലക്സ് ടാക്കിക്കാർഡിയ ഉണ്ടാക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടാക്കിക്കാർഡിയ ഓർ പാൽപിറ്റേഷൻ ഉണ്ടാക്കാം. സോ ബീറ്റ ബ്ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കുറെ ഒഴിവാക്കാം. ദെൻ തലചുറ്റൽ കുറവാണ് എങ്കിലും ഉണ്ടാക്കാം, ബിക്കോസ് പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഒക്കെ വരുമ്പോൾ തലചുറ്റൽ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കിയേക്കാം. ദെൻ അഞ്ചൈന ഉള്ള ആൾക്കാർക്ക് MI അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആൾക്കാർ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സോഡിയം വാട്ടർ റിറ്റൻഷൻ ഉണ്ടാക്കുന്നു
എന്ന് പറഞ്ഞു കഴിഞ്ഞു, ഡയോറിറ്റിക് കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ എഡീമ. സോ ഈ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. ദെൻ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബീറ്റാ ബ്ലോക്കേഴ്സും ഡയൂറിറ്റിക്കും കൂടി ഒരുമിച്ച് ഇതിന്റെ കൂടെ കൊടുക്കുക. ഇതാണ് സാധാരണ രീതിയിലുള്ള അഡ്വേഴ്സ് എഫക്ട്. ഇനി ഒരു പ്രത്യേകതരം അഡ്വേഴ്സ് എഫക്റ്റ് ഈ മരുന്ന് ഉണ്ടാക്കാം. അതിന്റെ പേര് ഡ്രഗ് ഇൻഡ്യൂസ്ഡ്, മരുന്ന് മൂലമുള്ള ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലൂപ്പസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രശ്നം, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിക്സ് ലൈക്ക് പ്രശ്നം ഉണ്ടാക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ദിസ് ഹൈഡ്രലസിൻ. ഇത് ആരിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുന്ന വെച്ചാൽ മരുന്ന് 6 മാസത്തിലധികം 6 months ഓർ മോർ കഴിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകാം. ആൻഡ് സ്ലോ അസെറ്റിലേറ്റേഴ്സ് ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ടുണ്ടാകാം. ഫീമെയിൽസ് അവർക്ക് കൂടുതലായിട്ടുണ്ടാകാം. ഉയർന്ന ഡോസിൽ 200 milligrams അങ്ങനെയൊക്കെ അതിൽ കൂടുതൽ ഡോസ് ഒക്കെ ഉപയോഗിക്കുന്നത്. സോ ഡോസ് കൂടുന്തോറും ഈ അഡ്വേഴ്സ് എഫക്റ്റും കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള ആൾക്കാരിൽ പേശിവേദന, മസിൽ പെയിൻ, ആർത്രൈറ്റിസ്, പനി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് നിർത്തുക, ഡോക്ടറെ കാണുക. ദെൻ പിന്നെ ഒരു പ്രശ്നം അപൂർവമാണ്, പോളിന്യൂറോപ്പതി ഉണ്ടാക്കാം. പോളിന്യൂറോപ്പതി അത് നമുക്ക് തടയാനായിട്ട് വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിരിഡോക്സിൻ കൊടുത്താൽ മതി. ഇതൊക്കെയാണ് ഇവിടെ അഡ്വേഴ്സ് എഫക്ട്സ്. പിന്നെ നമുക്ക് അടുത്ത മരുന്ന് പറയാനുള്ളത് ഡയാസോക്സൈഡ് ആണ്. അതിനെക്കുറിച്ച് അധികം പറയാനില്ല, ഡയാസോക്സൈഡ് കൂടി പറഞ്ഞേക്കാം. ഡയാസോക്സൈഡ് ഒരു വാസോ ഡയലേറ്റർ ആണ് എങ്കിലും പക്ഷേ ഹൈപ്പർ ടെൻഷനിൽ ഉപയോഗം ഇല്ല. വി ആർ നോട്ട് യൂസിങ് ദിസ് ഡ്രഗ് ഇൻ ഹൈപ്പർ ടെൻഷൻ. സോ ഇതൊരു പൊട്ടാസ്യം ചാനൽ ഓപ്പണർ തന്നെയാണ്. പൊട്ടാസ്യം ചാനൽ തുറക്കുമ്പോൾ അത് പൊട്ടാസ്യം പുറത്തേക്ക് പോകും. പൊട്ടാസ്യം പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും സെല്ലിനകം നെഗറ്റീവ് ആകും. നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും മസിൽ റിലാക്സ് ചെയ്യും. ഇതാണ് ഇവയുടെ മെക്കാനിസം. സോ ഇതിന് ഇതേപോലെ തന്നെ പൊട്ടാസ്യം ചാനൽ വേറെ സ്ഥലത്ത് പോയി തുറക്കാം. ആ സെല്ലിന്റെ പേര് ബീറ്റാ സെല്ലാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ പാൻക്രിയാസിലെ ബീറ്റാ സെൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെല്ലാണ്. അതിൽ പോയി പൊട്ടാസ്യം ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ കുറയും, ഇൻസുലിൻ ഇല്ലാതെ വരും. ഇൻസുലിൻ ഇല്ലാതെ വരുമ്പോൾ എന്തുണ്ടാകും? ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും. ഭയങ്കരമായിട്ട് ഷുഗർ ലെവൽ കൂടും, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും. സോ ഇതപ്പോ എവിടെ ഉപയോഗിക്കുക? അപ്പൊ ഡയബറ്റീസിന് ഉപയോഗിക്കാൻ പാടില്ല. സോ എവിടെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഇൻസുലിനോമാസ്. ഇൻസുലിനോമാസ് എന്ന് പറയുന്ന ക്യാൻസർ കണ്ടീഷൻസ് ഒക്കെയാണ്, അല്ലാതെ ഉണ്ടായേക്കാം. അതിലാണ് ഈ മരുന്നിന്റെ ഉപയോഗം. സർജറിക്കൊക്കെ മുമ്പ് ഈ മരുന്ന് നമുക്ക് കൊടുക്കാം. ഇതേപോലെ കൊടുക്കാവുന്ന ഡയസോക്സൈഡ് അല്ലാതെ കൊടുക്കാവുന്ന വേറെ മരുന്ന് കൂടി ഉണ്ട്, ഒക്ട്രിയോടൈഡ് എന്ന് പറയുന്ന മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ഡെഫിനിറ്റീവ് തെറാപ്പി സർജറിയാണ്. സർജറി നടക്കുന്നില്ല, ക്യാൻസർ വന്നു, സർജറി നടക്കുന്നില്ല, മെറ്റാസ്റ്റാറ്റിക് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന സ്ട്രെപ്റ്റോസോട്ടോസിൻ, എവറോലിമസ് പോലെയുള്ള ആന്റി ക്യാൻസർ മരുന്നൊക്കെ ആയിരിക്കും കൊടുക്കുക. സോ ഡയസോക്സൈഡും ഒരു പൊട്ടാസ്യം ചാനൽ ഓപ്പണർ ആണ്, പക്ഷേ ഹൈപ്പർ ടെൻഷൻ ഉപയോഗിക്കുന്നില്ല, ഇൻസുലിനോമയിൽ നമ്മൾ ഉപയോഗിക്കും. ദെൻ വേറൊരു പൊട്ടാസ്യം ചാനൽ ഓപ്പണർ കൂടിയുണ്ട്, നിക്കോരാൻറ്റിൽ എന്ന് പറയുന്ന മരുന്ന്. അതും നമ്മൾ പൊട്ടാസ്യം ചാനൽ ഓപ്പണർ ഒക്കെ ആണെങ്കിലും ബട്ട് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ. അത് ഹൈപ്പർ ടെൻഷനിൽ ഉപയോഗിക്കുന്നില്ല, അത് അഞ്ചൈനയിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ ഇനി നമ്മൾ പറയാത്ത പൊട്ടാസ്യം ചാനൽ ഓപ്പണർ, പ്രധാനപ്പെട്ട ഓപ്പണർ പറയാത്തത് മിനോക്സിഡിലാണ്. മിനോക്സിഡിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.